അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 20-ാം നൂറ്റാണ്ടോടുകൂടെ മലയാള സാഹിത്യം നിലച്ചുപോയേക്കാം. 21-ാം നൂറ്റാണ്ടിലെ സാങ്കേതിക വിദ്യകളുടെ അതിപ്രസരണം മൂലം ഇനി മലയാളത്തിലെ എഴുത്തുകൾ തന്നെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിടത്താണ് മലയാള സാഹിത്യം എന്നും വ്യത്യസ്തമായത്. മലയാള സാഹിത്യത്തിലെ എഴുത്തുകൾ, 21-ാം നൂറ്റാണ്ടിലെ എഴുത്തുകൾ എന്നും വ്യത്യസ്ത വിഷയങ്ങളെയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ബെന്യാമിൻ്റെ നിശബ്ദ സഞ്ചാരങ്ങൾ എടുക്കുമ്പോൾ അവിടെ ചരിത്രവും ദേശാടനവും വിഷയമാകുന്നുണ്ട്. അതേപോലെ തന്നെയാണ് മരണപര്യന്തം റൂഹിൻ്റെ നാൾവൈകൾ എന്ന നോവൽ എടുക്കുമ്പോഴും അവിടെ ഒരു വിശ്വാസത്തിൻ്റെ ചർച്ചയാണുള്ളത്. ഇതുപോലെ തന്നെ പ്രശസ്തമായ മറ്റൊരു നോവലായിരുന്നു എം മുകുന്ദൻ്റെ ഡൽഹി എന്ന് പറയുന്നത്. ആദ്യം ആർക്കും മനസ്സിലാവില്ലാത്ത, എന്നാൽ എന്തോ അതിൽ ഒളിപ്പിച്ചു വെച്ച നിഗൂഢതയുടെ ഒരു ഭാവം. അതുപോലെ തന്നെ മലയാളത്തിലെ എന്നും പ്രശസ്തമാണ് KR മീരയുടെ എഴുത്തുകൾ. അവരുടെ ആരാച്ചാർ എന്നും ചർച്ച ചെയ്യപ്പെട്ട ഒരു പുസ്തകമാണ്. ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകം, ഇന്നും ഏറെ ആളുകൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പുസ്തകം. അതുപോലെ തന്നെ അവരുടെ ഏറ്റവും പ്രശസ്തമായ മറ്റൊരു പുസ്തകമായിരുന്നു ഘാതകൻ. ഈ ഘാതകൻ എഴുതുന്നതിന് ഇടയിൽ എനിക്ക് ഈ പുസ്തകം എഴുതിയേ പറ്റൂ, അല്ലാതെ ഇരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന ഒരു പേടി, ആ പേടിയാണ് KR മീരയെ ഖബർ എന്ന ഈ പുസ്തകം എഴുതാൻ സാഹചര്യമൊരുക്കിയത്. KR മീരയെ കുറിച്ച് പറയുമ്പോൾ ഗ്രന്ഥകാരിയുടെ എഴുത്ത് എന്നും വ്യത്യസ്തമായിട്ടാണ്. അത് മറ്റു എഴുത്തുകാരിൽ നിന്നും ഏറ്റവും കൂടുതൽ ഗ്രന്ഥകാരിയുടെ എഴുത്തുകൾ കൂടുതലായി മാറിക്കൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് പറഞ്ഞാൽ ഗ്രന്ഥകാരിയുടെ ആ ഒരു സ്ത്രീപക്ഷവാദിത്വം, അതായത് ഗ്രന്ഥകാരി ഒരു സ്ത്രീയാണ്, സ്ത്രീയുടെ ഉന്നതിയും സ്ത്രീയുടെ ആ ഒരു വിഷയങ്ങൾ ഉന്നയിച്ചാണ് ഗ്രന്ഥകാരി എപ്പോഴും പുസ്തകങ്ങൾ രചിക്കാറുള്ളത്. നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ആരാച്ചാറാണേലും ഘാതകനാണേലും ഈ ഖബറിലാണേലും ഈ ഗ്രന്ഥകാരി എഴുതിയത് കൂടുതലായി സ്ത്രീയുടെ ആ ഒരു വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടായിരുന്നു. മറ്റൊന്ന് പറയുകയാണെങ്കിൽ ഈ ഗ്രന്ഥകാരിയുടെ എഴുത്തു രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒന്നാണ്, ഒരു വിഷയത്തെ പറയുമ്പോൾ അതിൻ്റെ ഒരു ഓൾറൗണ്ട് എല്ലാ ഭാഗങ്ങളും വീക്ഷിച്ചു കൊണ്ടുള്ള ഒരു എഴുത്ത്. പ്രത്യേകിച്ച് ആരാച്ചാറെല്ലാം പറഞ്ഞ ആരാച്ചാർ വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും, കൊൽക്കത്ത എന്ന ആ ഒരു കേന്ദ്രത്തെ കൃത്യമായി അനുധാവനം ചെയ്യപ്പെടുന്നുണ്ടെന്നാണ്. നമ്മുടെ മുമ്പിൽ എങ്ങനെയാണോ കൊൽക്കത്ത കൃത്യമായി വരുന്നത്, ആ ഒരു രൂപത്തിൽ ആ ഒരു സ്ഥലവും ആ ഒരു പ്രദേശം മുഴുവനായി ഗ്രന്ഥകാരി എഴുത്തിൽ എത്തിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഖബറിലെ പല യാത്രകളിലും പല വാഹനത്തിലൂടെയുള്ള ആ ഒരു സമയങ്ങളിലെല്ലാം ഗ്രന്ഥകാരി അതിൽ എത്തിക്കുന്നത്. ഇനി നമുക്ക് കഥയിലോട്ട് വരാം. ഈ കഥയിലേക്ക് വരുമ്പോൾ ഈ ഖബർ തുടങ്ങുന്നത് 3 സഹോദരന്മാർ ചേർന്ന് ഇവരുടെ ഭൂമി ഒരു ട്രസ്റ്റിന് വിൽക്കുന്നു. പക്ഷേ ഈ ഇവരുടെ സഹോദരനായ ഖയാലുദ്ദീൻ തങ്ങൾ എന്ന വ്യക്തി ഈ ഭൂമി നിൽക്കുന്ന സ്ഥലത്ത് തൻ്റെ പൂർവികൻ്റെ ഖബറുണ്ടെന്നും ഈ ഖബറിലുള്ള വ്യക്തി എന്ന് പറയുന്നത് മദീനയിൽ പോയി നബിയെ കണ്ട് ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണെന്നും അതുകൊണ്ട് ഈ ഖബർ നിൽക്കുന്ന ഭൂമി സംരക്ഷിക്കപ്പെടണമെന്ന് പറഞ്ഞ് കോടതിയെ സമീപിക്കുകയാണ്. അത് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഖബർ എന്ന പുസ്തകം കേവലം ഒരു ഭൂമിയെക്കുറിച്ചോ അല്ലെങ്കിൽ അതിൽ വരുന്ന കേസിനെ കുറിച്ചോ മാത്രമല്ല പറയുന്നത്. ഒരു സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്, ആ സ്ത്രീ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളെക്കുറിച്ച്. അതുമാത്രമല്ല, ഈ ഖബർ എന്ന പുസ്തകത്തിൽ തന്നെ നമുക്ക് എടുത്തു നോക്കിയാൽ കാണാം, ഈ പുസ്തകത്തിൻ്റെ പേരെഴുതിയ ശൈലി ഒരു പാമ്പ് ചുറ്റി വളഞ്ഞിരിക്കുന്നത് പോലെ. മാത്രമല്ല, ആ ചിത്രത്തിലുള്ളത് മുഖചിത്രമായി നൽകിയത് 2 കുബ്ബകളെയാണ്. ഈ 2 കുബ്ബകൾ ഓരോ ഖബറിനെയും അതേ സമയത്ത് ബാബരി മസ്ജിദിനെയും പ്രതിനിധീകരിക്കുന്നുണ്ട്. KR മീര തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, ബാബരി ധ്വംസനത്തെ എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല, എനിക്കത് എഴുതിയേ പറ്റൂ, അങ്ങനെയാണ് ഞാൻ ഖബർ എഴുതുന്നത്. എന്നാൽ ഈ പുസ്തകത്തിൽ എവിടെ പോലും ബാബരി മസ്ജിദിനെ കുറിച്ച് പറയുന്നുമില്ല. നമ്മൾ കഥയിലോട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ, കഥയിൽ ഭാവന എന്ന ഈ കഥാപാത്രം ആദ്യമായി ഇരിക്കുന്നത് ഒരു ജഡ്ജ് ആ ഒരു പോസ്റ്റിലാണ്. അവിടെ നിന്നാണ് കഥ ആരംഭിക്കുന്നതും. എന്നിട്ട് ഭാവന എന്ന ഈ കഥാപാത്രം അവിടെ നിന്ന് ഈ ഒരു വ്യക്തിയെ ഖയാലുദ്ദീൻ തങ്ങളെ കാണുകയും പിന്നീട് തല കറങ്ങി വീഴുകയും ചെയ്യും. സംഭവങ്ങളൊക്കെ അവിടുന്ന് ഒരു മായാജാലങ്ങളൊക്കെ ഉണ്ടാവുന്നത് പോലെ ബോധം കെട്ട് വീഴുന്നു. പിന്നീട് മറ്റൊരു അവസരത്തിൽ ആശുപത്രിയിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഞാൻ എവിടെയാണ്, ആശുപത്രിയിലാണല്ലോ, എൻ്റെ മകന് അസുഖമുണ്ട്, അവിടുന്ന് വേഗം പോകണമല്ലോ എന്നൊക്കെയാണ് ഭാവനയുടെ ചിന്തകൾ വരുന്നത്. ഈ ജില്ലാ കോടതി ജഡ്ജിയായ ഭാവന എന്ന് പറയുന്നത്
തൻ്റെ മകൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം ഭർത്താവ് ഉപേക്ഷിച്ചു പോയതുമായ ഒരുപാട് മാനസിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇതിനിടയിലാണ് ഈ ഹയാലുദ്ദീൻ തങ്ങൾ എന്ന വ്യക്തി ഈ കൃതിയിലേക്കും ഇവരുടെ ജീവിതത്തിലേക്കും കടന്നു വരുന്നത്. ഖയാലുദ്ദീൻ താങ്കൾ പറഞ്ഞ പോലെ ഖയാലുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്നത് ഇവിടെ ഭാവനയുടെ ജീവിതത്തിലേക്കും അതേ സമയത്ത് ഈ കഥയിലേക്കും കടന്നു വരുന്നുണ്ട്. വല്ലാത്തൊരു പ്രത്യേക ഭാവമാണ് അദ്ദേഹത്തിന്. ഖയാലുദ്ദീൻ തങ്ങൾ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഭാവനക്ക് ആദ്യം തോന്നുന്നത് ഏതൊരു വയസ്സായ ഒരു വ്യക്തിയാണ് കാണാൻ വരുന്നത്, അദ്ദേഹമാണ് ഇവിടെ വാദി എന്നൊക്കെ. എന്നാൽ അവിടെ ഒരു സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ കടന്നു വരുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു അവസരത്തിൽ ആദ്യം ഈ ഖയാലുദ്ദീൻ തങ്ങളോട് പ്രത്യേക ഒരു തോന്നുകയും പിന്നീട് ഈ മായാജാലങ്ങൾ കൊണ്ട് മറിഞ്ഞു വീണതിന് ശേഷം മറ്റൊരു ദിവസം ഈ കോടതിയിൽ ഈ ഒരു കേസ് പരിഗണിക്കുമ്പോൾ ഇനി എന്തായാലും ഈ ഖയാലുദ്ദീൻ തങ്ങളെ മുഖത്തേക്ക് പോലും നോക്കില്ല എന്നൊരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് തന്നെയാണ് മറ്റൊരു ദിവസം ഈ ഒരു ജഡ്ജി ഇരുന്നത്. അപ്പൊ തന്നെ ഖയാലുദ്ദീൻ തങ്ങളുടെ മുഖത്ത് നോക്കാതെ ഇരിക്കുന്ന ഭാവന. ആ സമയത്ത് ഇവിടെ തെളിവില്ല എന്നാണ് ഭാവന പറയുന്നത്. ഈ ഭാവന ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. തൻ്റെ ഭർത്താവ് ഉപേക്ഷിച്ചു പോയതായ എങ്ങനെ ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണ്. അത് മാത്രമല്ല ഈ ഭാവന അഡ്ജസ്റ്റ് ചെയ്യുന്നത് ആ ഭാഗവും അതേപോലെ കോടതിയിൽ വരുമ്പോൾ ലഭിക്കുന്ന ഒരു ആദരവ് ഒരിക്കലും ഭാവനക്ക് ലഭിച്ചിട്ടില്ല. ഭാവന ഈ ഖയാലുദ്ദീൻ തങ്ങളെ ബഹുമാനിച്ചിട്ട് മാഡം എന്നൊക്കെ വിളിക്കുകയാണ്. അത് കോടതിയിലല്ല, പ്രത്യേക ഒരു അവസരത്തിൽ മാഡം എന്ന് വിളിക്കുമ്പോൾ ഭാവന ചോദിക്കുന്നുണ്ട്, എന്നെ എന്തിനാണ് നിങ്ങൾ മാഡം എന്ന് വിളിക്കുന്നത്? അപ്പോൾ ഖയാലുദ്ദീൻ തങ്ങൾ പറയുന്നത്, നിങ്ങൾക്ക് കിട്ടാത്തത് ആദരവാണ്, നിങ്ങൾക്ക് കിട്ടേണ്ടതും ആദരവാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു സ്ത്രീയുടെ അവൾ അനുഭവിക്കുന്ന മാനസികാവസ്ഥ, ഒരിക്കലും ഒരു സ്ത്രീക്കൊരു ആദരവ് കിട്ടുന്നില്ല. അത് സ്വന്തം വീട്ടിൽ നിന്നായാലും ജോലി ചെയ്യുന്ന ഇടത്ത് നിന്നായിട്ടും സ്വന്തം കുടുംബത്തിൽ നിന്ന് പോലും ഇവിടെ ലഭിക്കുന്നു. ഇതൊക്കെ ഭാവനയിലും വരുന്നുണ്ട്. അത് മാത്രമല്ല ഭാവനയുടെ അമ്മയുടെ വിഷയം പറയുമ്പോൾ പോലും ഈ ഒരു സംഭവമാണ് കടന്നു വരുന്നത്, ഭർത്താവുമായിട്ടുള്ള ബന്ധം വേർപിരിയുന്ന വിഷയങ്ങളൊക്കെ. അത് തന്നെയാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തു. ഈ ഭാവന ആദ്യം തീരെ ശ്രദ്ധിച്ചിട്ടില്ല എന്ന്. അപ്പോൾ തന്നെ ഈ ഒരു ഖയാലുദ്ദീൻ തങ്ങൾക്കെതിരെയാണ് ഭാവന കൂടുതലായിട്ട് ഇരുന്നുള്ളത്. അപ്പോൾ ഈ ഖയാലുദ്ദീൻ തങ്ങൾ ഈ ഒരു ജഡ്ജി വിഷയം ഉന്നയിക്കുമ്പോൾ എഴുത്തിനായിട്ട് പേന എടുക്കുമ്പോൾ അവിടെയും മായാജാലം കാണിക്കുകയും ആ പേന ഒരു പാമ്പായി രൂപാന്തരപ്പെടുന്നു. പക്ഷെ അത് മനസ്സിലാക്കുകയും ചെയ്തു, ഇതൊരു ഇതൊരു മായാജാലമാണെന്ന് മനസ്സിലാക്കി തന്നെ അതിന്മേ തന്നെ പിടിച്ചു നിന്നു എന്ന് തന്നെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒരേ സമയത്ത് സ്ത്രീയുടെ കഥ പറയുന്നുണ്ട്, അതേ സമയത്ത് തന്നെ ഒരു മായാജാല വിദ്യയ ഈ കഥയിലും KR മീര തൻ്റെ എഴുത്തിലും കാണിക്കുകയാണ്. കേവലം ഇതൊരു ഖബറിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ ഖയാലുദ്ദീൻ തങ്ങളുടെ പ്രശ്നത്തെ കുറിച്ചോ അല്ല പ്രതിപാദിക്കുന്നത്. നീതിക്കുമേൽ ഉയരുന്ന ഖബറുകൾ, നീതി നിഷേധിക്കപ്പെടുന്ന വിഷയങ്ങൾ, അവിടെയാണ് ബാബരി മസ്ജിദിന്റെ വിഷയം. എനിക്ക് തോന്നുന്നത് ബാബരി മസ്ജിദിന്റെ വിഷയം KR മീര കൊണ്ടുവന്നത് ഈ നീതിക്ക് മേൽ ഉയരുന്ന ഖബറുകൾ എന്നാണ്. അപ്പോഴാണ് ഈ ഖബർ എന്ന പേര് പോലും അർത്ഥമാവുന്നത്. ഇവിടെ സ്ത്രീ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഭാവനയുടെ അമ്മയുടെ വിഷയം എടുത്തു നോക്കിയാൽ തന്നെ നമുക്കറിയാം, ആ പുസ്തകത്തിലൊക്കെ പ്രത്യേകം അത് പ്രതിപാദിക്കുന്നുമുണ്ട്. ഇവരുടെ അമ്മ എന്ന് പറയുന്നതും ഒരുപാട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന സ്ത്രീയാണ്. ഒരിക്കൽ ഇവരുടെ അമ്മയെ കാണുമ്പോൾ ഇവരുടെ അമ്മ പറയുന്നുണ്ട്, ഒരാളുടെ സേവനങ്ങൾക്ക് മറ്റൊരാൾ നൽകുന്ന പ്രതിഫലമല്ല സ്നേഹം, അതൊരാൾ മറ്റേയാളിൽ കണ്ടെത്തുന്ന പൂർണ്ണതയാണ്. ഇവിടെ പൂർണ്ണത എന്ന് പറഞ്ഞത് സ്നേഹമല്ല. സ്നേഹം എന്ന് വെച്ചാൽ അവിടെ ഒരു പൂർണ്ണത കിട്ടണം. ഈ പൂർണ്ണത കിട്ടണമെങ്കിൽ സ്ത്രീ അവിടെയുള്ള ഭാവനയുടെ അമ്മ മിസ് ചെയ്യുന്നുണ്ട്. സ്വന്തം ഇഷ്ടങ്ങൾ, ഒരു നായക്കുട്ടിയെ എടുത്തു വളർത്തുന്നതിന് പോലും. അതെ, അവിടെ ഈ ഒരു ഭാവനയുടെ അമ്മയും അച്ഛനും പിരിയുന്നത് തന്നെ ഒരു നായ്ക്കുട്ടിയെ പരിപാലിച്ചു എന്നൊരു കേസ് പറഞ്ഞിട്ടാണ് പിരിയുന്നത് തന്നെയാണ്. അത് നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല ഈ പുസ്തകത്തിൽ വാദിക്കുന്നത് തന്നെയാണ് പ്രണയവും ഇതിൽ വരുന്നുണ്ട്. കാരണം ഭാവന തന്നെ കല്യാണം കഴിക്കുന്നത് പ്രണയത്തിലൂടെയാണ്. അതും ആ ഒരു അവരുടെ ഭർത്താവായിട്ടുള്ള ഭർത്താവും ഒരു വക്കീലാണ്, ഭാവനയും വക്കീലായിരുന്നു. പക്ഷെ ഇവിടെ ഒരു ഈഗോ ക്ലാഷ് നടക്കുന്നുണ്ട്. കാരണം ഭർത്താവായിട്ടുള്ള ആൾക്ക് ഭാവനയായിട്ട് കേസ് നടക്കുമ്പോൾ ഭാവന കരുതുന്നത് എൻ്റെ ഭർത്താവ് തോൽക്കരുത് എന്ന ഉദ്ദേശത്തിൽ ഭാവന കേസ് എടുക്കുന്നില്ല. അതേപോലെ തന്നെ മജിസ്ട്രേറ്റ് എക്സാം എഴുതുമ്പോഴുള്ള വിഷയവും ഒരു മജിസ്ട്രേറ്റ് എക്സാം എഴുതി പാസ്സാവുമ്പോൾ ഭർത്താവുമായിട്ട് പിന്നെ ഒരു ഈഗോ ക്ലാഷ് സംഭവിക്കുന്നുണ്ട്. ഈഗോ ക്ലാഷ് നടക്കുന്നുണ്ട്. ഭർത്താവ് താഴ്ന്ന ജോലിയിലും ഭാര്യ മുകളിലും പോകുമ്പോൾ ഉണ്ടാവുന്നൊരു മാനസിക പ്രശ്നങ്ങൾ. പിന്നെ എന്തായാലും നമ്മൾ ചർച്ച ചെയ്യുകയല്ലേ. അപ്പോൾ പുസ്തകത്തിൻ്റെ എനിക്ക് പറ്റിയതാണോ അതോ
മറ്റു വന്നിട്ടുണ്ടെന്നൊക്കെ അറിയില്ല. എന്തായാലും എൻ്റെ ഒരു വീക്ഷണത്തിൽ ഞാൻ മനസ്സിലാക്കിയത്, ഞാനിതൊരു 1-2 വർഷം മുമ്പ്, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 2 വർഷം മുമ്പായിട്ട് ഞാൻ അത് വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം എനിക്കത് മനസ്സിൽ പെട്ടെന്നാണ്ട് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല, ഗ്രാസ്പ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. പക്ഷെ പിന്നീട് വായിച്ചപ്പോൾ അതൊന്ന് മനസ്സിലായി അത് എങ്ങോട്ട് പോകുന്നു, എങ്ങനെയാണ് അതിൻ്റെ പോക്കെന്ന്. ഇതേ അനുഭവം തന്നെ എനിക്കും ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഖബർ എന്ന പുസ്തകം വായിക്കുമ്പോൾ ഇത് ഒരു ഖബറിനെ ചുറ്റി പറ്റിയിട്ടുള്ള ഒരു ചർച്ച. എന്നാൽ ഒരു വീഡിയോ, ഒരു ഇന്റർവ്യൂ വീഡിയോ കണ്ടപ്പോഴാണ് ഇത് ബാബരി മസ്ജിദിലേക്ക് പോകുന്നുണ്ട്, ഇത് നീതി നിഷേധത്തെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. അത് മാത്രമല്ല KR മീര എനിക്കിത് എഴുതിയേ പറ്റൂ എന്ന് പറയുമ്പോൾ അവിടെ എന്തോ ഒന്ന് ഉണ്ട് എന്ന് മനസ്സിലായി. അങ്ങനെയാണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. നീതിക്ക് മേലുയരുന്ന ഒരുപാട് ഖബറുകളെയാണ് ഇവിടെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇത്തരം എഴുത്തുകളെയാണ് KR മീര എഴുതുന്നതും. ഇതുപോലെയുള്ള എഴുത്തുകൾ മലയാള സാഹിത്യത്തിൽ എന്നും ഒരു നായിക കല്ല് തന്നെയായിരിക്കും. അസ്സലാമു അലൈക്കും.